അതുപോലെ നമുക്ക് നമ്പറുകൾ ഉണ്ടാക്കാൻ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കുന്നത് അറേ ഫോർമുല ഈ അറേ ഫോർമുല TM കൊടുത്തുകൊണ്ട് അതായത് നമുക്കൊരു നമ്പർ കിട്ടാം ഒരു കോഡ് കിട്ടണമെങ്കിൽ TM എന്ന് തുടങ്ങി പിന്നെ നമ്പർ എത്ര 5 മുതൽ 6 മതിയെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ 5 6 എന്നിടത്ത് 1 കൊടുത്തുകൊണ്ട് 1 to 6 എന്നുള്ള 60 കൊടുത്താൽ 1 മുതൽ 60 വരെ TM 1 2 3 അങ്ങനെ ഓരോ റോകളായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോർമുലയാണ് അറേ ഫോർമുല ഇവിടെ കൊടുത്തിട്ട്. പിന്നെ നമ്മൾ ഡാറ്റ എൻട്രി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല ഇതാണ് ഇത്. പിന്നെ ഓരോ ഫോർമുലകളായിട്ടല്ല, ഇത് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിക്കാം, ചെക്ക് ബോക്സ് ഉപയോഗിക്കാം. അതുപോലെ ഇത് യെസ് ഓർ നോ കൊടുത്തുകൊണ്ട് പിന്നെ അറേ ഫോർമുല ലുക്കപ്പ് എക്സ് ലുക്കപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ എൻട്രി നമുക്ക് സുഗമമാക്കാം എന്നർത്ഥം. പിന്നെ വേറെ ഇതിൽ നമ്മൾ കളർ ചാർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോർമുലകൾ ഒക്കെ കളർ ചാർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പാർക്ക് ലൈൻ എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഏതാണ് ഏരിയ എന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഏതാണ് നമ്മുടെ റേഞ്ച് C101 to J101. അപ്പോൾ ആ ഒരു വരിയിൽ എന്തൊക്കെ സംഖ്യകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഖ്യകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ ഫോർമുല കൊടുക്കുന്ന കോളത്തിൽ അത് ഈ ഫോർമുല ചാർട്ട് ടൈപ്പ് കോളം ഇങ്ങനെ ഫസ്റ്റ് കളറ് ബ്ലൂവും ലാസ്റ്റ് കളറ് പർപ്പിൾ, അതുപോലെ ഹൈ കളറ് ഗ്രീന്, ലോ കളറ് റെഡ് ആയിട്ട് ഇങ്ങനെ ഫോർമുല കൊടുത്താൽ ആ കോളം എന്ത് ചെയ്യും, 5-6 ഐറ്റം എത്ര നമ്മളെ കള്ളികളുടെ സംഖ്യകളാണോ അല്ലെങ്കിൽ അതൊക്കെ നല്ല കളർ ചാർട്ട് നല്ല രസകരമായ നിരക്ക് കിട്ടും. അപ്പോൾ അതിനാണ് സ്പാർക്ക് ലൈൻ ഫോർമുല ഉപയോഗിക്കാം. പിന്നെ അതുപോലെ നമുക്ക് ഓഫീസ് ഓട്ടോമേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ടോക്കൺ നമ്പറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനൊക്കെ ഉള്ള ഫോർമുലയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അറേ ഫോർമുല ഇഫ് കൊടുത്തിട്ട് A to A10, പിന്നെ അവിടെ നല്ലതാണെങ്കിൽ റോ ഇങ്ങനെ കാണിച്ചുകൊണ്ടുള്ള ഫോർമുല ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ 10 മിനിറ്റ് സന്ദർശക സമയം, അപ്പോൾ ഒരാൾ വന്നുകൊണ്ട് 10 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ആൾക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ ഓരോ ഓഫീസുകളിലും ധാരാളം ആളുകൾ വരുന്ന സമയത്ത് ഈ ഒരു ഫോർമുല സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഓഫീസ് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്താൽ ആളുകൾ വരുമ്പോൾ ആദ്യം നമ്മളെ ഇതിൽ നമ്മുടെ ഈ കാണിക്കുന്ന QR കോഡ് വെച്ചുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു വിവരങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓലെ വാട്സപ്പിലേക്ക് ആ സമയം നമുക്ക് എത്തിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് ഈ ഫോർമുല നമ്മൾ സെറ്റ് ചെയ്താൽ നമ്മുടേതായ ഓഫീസിൽ ഇരിക്കുന്ന ആൾക്ക് ഇതിൽ ആരാണോ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതെന്നൊക്കെ കണ്ടെത്താനും, അതുപോലെ കൂടുതൽ സമയം ഒരാൾ ഇരുത്താൽ തന്നെ എത്രയും പെട്ടെന്ന് ആളുകളെയൊക്കെ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ നടത്തി കൊടുത്തുകൊണ്ട് അവരെ വീട്ടിലേക്ക് അയക്കാനൊക്കെ കഴിയും. അപ്പോൾ ആളുകളെ പ്രയാസപ്പെടുത്താതിരിക്കാനുള്ള നല്ലൊരു ഫോർമുല നമുക്കിവിടെ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ കോഡുകൾ ഉണ്ടാക്കാൻ നമുക്ക് കോഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ HF TB അങ്ങനെ ഞാൻ പല ഇതിലായിട്ട് ഉപയോഗിച്ച കോഡുകൾ വെച്ച് കൂട്ടിയിട്ട്, പിന്നെ അതുപോലെ ചില പേരുകൾ വരുമ്പോഴും അപ്പോൾ ഓരോ കോളങ്ങളിലും ഒരു കോളത്തിൽ പേര്, വേറൊരു കോളത്തിൽ അവയുടെ വീട്ടുപേര്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഉമ്മാൻ്റെ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഒക്കെ പേര്, അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്താൽ അവയുടെയൊക്കെ കോഡ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇയാളുടെ ആദ്യത്തെ പേര് ആദ്യത്തെ 2 അക്ഷരം, പിന്നെ പിതാവിൻ്റെ ആദ്യത്തെ 2 അക്ഷരം, പിന്നെ അയാളുടെ സ്ഥലത്തിൻ്റെ ആദ്യത്തെ 2 അക്ഷരം, അങ്ങനെയൊക്കെ പിന്നെ നമ്പറൊക്കെ കൂട്ടി നമുക്ക് കോഡുകൾ ഉണ്ടാക്കാനും ഈ ഫോർമുല ഉപയോഗിക്കാം. പിന്നെ നമ്മൾ സാധാരണ നമുക്കറിയാം ഗൂഗിൾ ഫൈനാൻസ് ഫോർമുല, നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് വിവരങ്ങളൊക്കെ അപ്പോൾ അറിയാൻ വേണ്ടി ഗൂഗിൾ ഫൈനാൻസ് ഫോർമുല ഉപയോഗിക്കാം. പിന്നെ അതുപോലെ നമ്മൾ OK എഴുതിയാൽ A എന്ന് വരാൻ വേണ്ടിയിട്ട്, അതുപോലെ OK എഴുതിയാൽ ടിക്ക് മാർക്ക് വരാനൊക്കെ ഉള്ള ഫോർമുലയാണിത്. അപ്പോൾ നമ്മൾ ധാരാളം ആളുകൾ നമ്മളത് ഈ ഷീറ്റിലേക്ക് വിവരങ്ങളൊക്കെ അറിയിക്കുമ്പം OK എന്ന് അവരാരെങ്കിലും എഴുതിക്കൂടെങ്കിൽ അപ്പോൾ അധികം നമ്മൾ ഈ കൊടുത്തതനുസരിച്ച് ടിക്ക് മാർക്ക് വരും, അല്ലെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യും, A എന്ന ഇത് അക്ഷരം വരും. അത് നമുക്ക് ഏത് വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ കോഡുകൾ നമ്പറുകളൊക്കെ ആയി കൊടുക്കാനൊക്കെ നമുക്ക് നമ്മൾക്ക് അറിയുന്നതാണ്. നമ്പർ 1 2 3 എന്ന നമ്പറുകൾ കൃത്യമായി കിട്ടാൻ വേണ്ടിയും നമ്മൾ C കോളത്തിൽ, ഇവിടെ ഉദ്ദേശിക്കുന്ന C കോളത്തിൽ എന്ത് ചെയ്യും, 1 മുതൽ അങ്ങനെ ഓരോ പേരുകൾ എഴുതിപ്പോയാൽ അത് നമ്മൾ എന്ത് ചെയ്യും, A കോളത്തിൽ അതിൻ്റെ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിനുള്ള കോഡാണ്
സീക്വൻസ് കൗണ്ട് എന്നത്. പിന്നെ അതുപോലെ പിന്നെ ഓരോരുത്തർക്കും പ്രത്യേകം കോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു ഐറ്റം ഫോർമുലയാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഫോർമുലകൾ പലപ്പോഴും നമുക്ക് ആവശ്യം വരുമ്പോൾ പിന്നെ ഓരോരുത്തർക്കും അവരുടെ വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ നേരിട്ട് നമുക്ക് ഈ കോഡ് ഉപയോഗിക്കാം. ഇതാവുമ്പോൾ ഹൈപ്പർ ലിങ്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിൻ്റെ നമ്പറുകൾ എന്താണ് അയക്കേണ്ട സന്ദേശം എന്നത്, പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടില്ല എന്നൊക്കെ ആ രക്ഷിതാവിനെ അറിയിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനത്തെ സംവിധാനം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനെ ഓരോ ഫോർമുലകൾ ഗൂഗിൾ ഷീറ്റിൽ ധാരാളം ഉണ്ട്. ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ വേറെ അതുമായി ബന്ധപ്പെട്ട് വേറെയും കുറേ ഫോർമുലകളാണ് ഇതുള്ളത്. പിന്നെ അതേപോലെ അറേ ഫോർമുല, റൈറ്റ് ഫംഗ്ഷൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും അതുപോലെ നടുവിലെ അക്ഷരമൊക്കെ കൂടിയിട്ട് ഓരോ കോഡുകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ അറേ ഫോർമുല വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. അതുപോലെ ഓരോ സെർച്ച് ചെയ്യാൻ വേണ്ടി റിസർച്ച് അതിന് വേണ്ടി ഞാൻ ഒരു ജോലി അന്വേഷിക്കുന്ന ചെയ്ത് കണ്ടെത്തുന്ന ഒരു പേജ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന കോഡാണ്. പിന്നെ അതുപോലെ മാസം തീയതികൾ, അതുമായി ബന്ധപ്പെട്ട തീയതികൾ തുടരെ തീയതികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഫോർമുല, അതാണ് അറേ ഫോർമുല. ഡേറ്റ് കൊടുത്തുകൊണ്ട് 2026 1/1 എന്ത് ചെയ്യാം, അത് തുടർച്ചയായ തീയതികൾ കിട്ടാൻ. അതുപോലെ ജനുവരി മുതൽ തുടരെയുള്ള ഇത് കിട്ടാൻ വേണ്ടി ജനുവരി എന്ന് കൊടുത്തുകൊണ്ടാണ് വേണ്ടെങ്കിൽ അടുത്ത ഫോർമുല ഇങ്ങനെ സീക്വൻസ് ഡേറ്റ് ഒക്കെ കൊടുത്തുള്ള ഫോർമുല കൊടുക്കാം ഗൂഗിൾ ഷീറ്റ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കായി ഇതിൽ സംഖ്യ കൊടുത്താൽ ബോഡി മാസ് കണ്ടെത്താനും ഇത് നമുക്ക് ഓരോ ആളുകളുടെയും നീളവും അതായത് ഉയരവും തൂക്കവും കൊടുത്താലും ഒരാളുടെ തൂക്കവും ഉയരവും അറിയുമെങ്കിൽ അയാളുടെ ബോഡി മാസ് എത്രയാണ് എന്ന് കണ്ടെത്താനുള്ള ഫോർമുലയാണിത്. അത് നമ്മൾ ആ പേജിൽ വരുന്ന അനുസരിച്ചാണ് ഇത് ഫോർമുല സെറ്റായി വരിക. അപ്പോൾ ഒരു വീട്ടിലുള്ള രക്ഷിതാവിൻ്റെ ഉയരം അതുപോലെ തൂക്കം എന്നത് വെവ്വേറെ കോളങ്ങളിൽ എഴുതി, അതുപോലെ ആ വീട്ടിലുള്ള മറ്റു കുട്ടികളുടെ മറ്റൊക്കെ ഓരോരുത്തരുടെയും അളവുകൾ എഴുതിയാൽ അവർക്ക് തന്നെ എന്ത് ചെയ്യാം, അവരുടെ വീട്ടിലുള്ള ആളുകളുടെ ബോഡി മാസ് അത് എത്ര ഹൈ ആണോ കുറവാണോ എന്നൊക്കെ, തൂക്കം കൂടുതലാണോ കുറവാണോ, അധിക ഭാരമുണ്ടോ, പൊണ്ണത്തടിയാണോ, അതുപോലെ സാധാരണോ, വലിയ ഭാരക്കുറവുള്ള കുട്ടിയാണോ, ഇതൊക്കെ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താം. അപ്പോൾ അതിന് നമ്മൾ തൂക്കവും ആ കുട്ടിയുടെ തൂക്കവും അതുപോലെ ഹൈറ്റും നമ്മൾ എടുക്കണമെന്ന് മാത്രം. പിന്നെ അതേപോലെ ഏജ് ഇംഗ്ലീഷ് ആക്കാനുള്ള ഫോർമുലകളും ഇപ്പോൾ നമ്മളെ ഇതിൽ ട്രങ്ക്, ഇയർ ഫാഗ് ഒക്കെ ഫോർമുല കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ഡേറ്റ് കൊടുത്താലും ആ ഡേറ്റ് മുതൽ ടുഡേ ഇന്ന് വരെയല്ല എത്ര ദിവസം അല്ലെങ്കിൽ എത്ര വർഷമായി എന്ന വർഷവും അതിനോടുകൂടെ തന്നെ അതിൽ ആ പോയിൻറ്റിന് ശേഷമുള്ള 2 അക്ഷരമാണ് നമുക്ക് കാണിക്കണമെങ്കിൽ അതും കാണിക്കുന്ന നിരക്കുള്ള ഫോർമുലയാണിത്. അപ്പോൾ അത് ഇംഗ്ലീഷിലുള്ള അക്ഷരം കറക്റ്റ് ചെയ്ത് കിട്ടുന്നു. ഇംഗ്ലീഷിൽ ഉള്ള ഒരു ഇംഗ്ലീഷിലുള്ള വയസ്സാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ അതേപോലെ ഇനി അതല്ല നമുക്ക് ഹിജ്റി ഡേറ്റാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ ആ ഫോർമുലയിൽ അത് ദിവസങ്ങളാക്കുന്നു വെക്കുന്നു, അത് നമ്മൾ വേറെ 10 ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ അത് താഴെയുണ്ട്, അതായത് ഡേയ്സ് കിട്ടണം, അതായത് എത്ര ദിവസമായി എന്നത് കിട്ടണം. അതായത് ഇംഗ്ലീഷിലാണ് മെയിൻ നമ്മൾ കൊടുക്കുന്നതെങ്കിലും ആ ഇംഗ്ലീഷ് ഡേറ്റ് അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഇപ്പോൾ ഒരു 35 വയസ്സായിട്ടുണ്ടെങ്കിൽ ആ 35 വയസ്സ് ആ ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങൾ കിട്ടാൻ ഈ ഡേയ്സ് എന്നത് കൊടുത്താൽ ആ 35 ദിവസങ്ങൾ അയാൾ ജനിച്ചിട്ട് ആ ഇന്ന ദിവസത്തേക്ക് എത്ര ദിവസമായി എന്ന് കണക്ക് കിട്ടുന്നു. ആ കണക്ക് കിട്ടുന്നതനുസരിച്ചാണ് പിന്നെ നമ്മൾ ഈ അറബിയും അതുപോലെ മലയാളത്തിലുമുള്ളതായ കലണ്ടറുകൾ അല്ലെങ്കിൽ മലയാളത്തിലുമുള്ള ദിവസങ്ങൾ അതിൻ്റെ വർഷങ്ങൾ നമുക്ക് അതിൽ ഉണ്ടാക്കാൻ കഴിയും. അറബിയിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാമെങ്കിലും ഏകദേശം അത് തുല്യമാകും. അപ്പോൾ അതിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അറബിയിലാവുമ്പോൾ ഹിജ്രി ആയിട്ട് നമ്മൾ 354.9 ആയിട്ട് ഇതാക്കിയാൽ കുറേയൊക്കെ ഏകദേശം ശരിയാവാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഫോർമുലയാണ് ഇത്. അതുപോലെ പിന്നെ മലയാളത്തിലുള്ള ദിവസങ്ങൾ കിട്ടാൻ മലയാളത്തിൽ എത്ര വയസ്സായി എന്ന്, അപ്പോൾ ഇംഗ്ലീഷിൽ ഇയാൾക്ക് 35 വയസ്സാണ് എങ്കിലും പക്ഷേ അറബിയിൽ അയാൾക്ക് 35 ആവില്ലല്ലോ, 35 കഴിഞ്ഞിട്ടുണ്ടാവും, 36 വയസ്സായിട്ടുണ്ടാവും, ഒരു വർഷം കൂടിയിട്ടുണ്ടാവും, 360
365 355 എന്നുള്ള വ്യത്യാസം കൊണ്ട്. അപ്പോൾ ഓരോ വർഷം 10 ദിവസത്തെ വ്യത്യാസം കൊണ്ട് എന്ത് ചെയ്യുന്നു, അയാൾക്ക് 35 വയസ്സായ ആൾക്ക് ഇങ്ങനെ ചിലപ്പോൾ അറബിയിൽ 36 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ 36 എന്ന് കാണിക്കും. പിന്നെ മലയാളത്തിലുള്ള ഇതിൽ 366 നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അദ്ദേഹത്തിന് 35 വയസ്സിലേക്ക് ഇംഗ്ലീഷ് കണക്കനുസരിച്ച് ആയിട്ടില്ലെങ്കിലും ഏതാനും പോയിൻ്റുകളുടെ വ്യത്യാസം അവിടെ കാണിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കിട്ടാനുള്ള ഒരു പരമാവധി യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണിത്. അപ്പോൾ അതിൽ നമ്മൾ ദിവസങ്ങൾ എടുക്കുന്ന ഫോർമുലയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേപോലെ പിന്നെ അയാൾ ജനിച്ചിട്ട് എത്ര മാസങ്ങളായി എന്നറിയിക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് ഇത്. പിന്നെ അതുപോലെ അയാൾക്ക് എത്ര വയസ്സായി എന്നത് വയസ്സ് മാത്രം മതിയെങ്കിൽ ഈ ഫോർമുല കൊടുത്താൽ കിട്ടും. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ സെറ്റ് ചെയ്യാം. ഓക്കെ.